ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അറേബ്യൻ മുല്ലയുടെ അപ്ഡേഷൻ കാണിക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഒപ്പം പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് സന്തോഷമായെന്നും കരുതുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ആകാശമുല്ലയുടെ 3 വിത്തുകളും കൂടി പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്ക് പറ്റിയ മെയിൻ അബദ്ധം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഒരേ ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടത്. കാരണം ആകാശമുല്ല പടർന്നു കയറുന്ന ചെടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് നടുന്നതായിരുന്നു നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പോൾ പറിച്ച് നടണമെങ്കിൽ തന്നെ നമ്മൾ ആ ചെടി പറിച്ച് നടേണ്ട ഒരു 4 പരുവൊക്കെ ആകുന്ന ആ സമയത്താണ് നട്ടിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞാനപ്പോൾ വീട്ടിലുണ്ടാകാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ചെടി ഒന്ന് അത്യാവശ്യം വലിപ്പം വെച്ച ശേഷമാണ് കേട്ടോ പറിച്ച് നടാനായിട്ടുള്ള സമയം കിട്ടിയത്. പറിച്ച് നടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നട്ടു വെച്ചിരിക്കുന്ന അറേബ്യൻ മുല്ലയിൽ ഒരുപക്ഷെ ചുറ്റിപ്പണഞ്ഞ് അതിൻ്റെ വളർച്ച തടസ്സപ്പെടുത്തിയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ പറിച്ച് നട്ട ഒരു 2 ദിവസത്തേക്ക് ഈ ചെടി ആകെ ഡള്ളായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ പ്രോട്ടീൻ സ്റ്റിക്കും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 ദിവസം കൂടെ ഒന്ന് ഉഷാറായി. പിന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവൻ പൂ ഇട്ടിട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. വെള്ള, ചുവപ്പ്, റോസ് അങ്ങനെ 3 കളറിലാണ് കേട്ടോ നമ്മൾ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ റോസ് ആണെന്ന് തോന്നുന്നു മുളയ്ക്കാതെ പോയത്. ചുവന്ന പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടോ, പക്ഷെ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അതിനുശേഷം ഒരു 2 പൂവേ വെള്ള വിരിഞ്ഞുള്ളൂ. അപ്പോഴേക്കും പിന്നെ സ്വപ്നം കണ്ട് കൂട്ടലായിരുന്നു കേട്ടോ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എൻ്റെ ഗാർഡനിൽ ആകാശമുല്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്നൊക്കെ. അത് പക്ഷേ മുട്ടക്കച്ചവടക്കാരൻ്റെ കഥ പോലെ ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ. എന്താണെന്നൊക്കെ വീഡിയോ കൂടി പറയാവേ. അതിനു മുമ്പ് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഇതെൻ്റെ വിത്ത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന്. അത് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ പൂ നോക്കിക്കേ, ഇതിൻ്റെ താഴെ ഭാഗം കണ്ടു ഇങ്ങനെ വീർത്തിരിക്കുന്നത്, ഇതാണ് കേട്ടോ വിത്ത്. അപ്പോൾ എല്ലാ പൂവിലും ഇതുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ പൂവിലും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും കുറേയൊക്കെ പൂവിൽ ഇതുപോലെ വരും. ഇത് ഈ പരുവത്തിലല്ല കേട്ടോ നമ്മളെടുത്ത് നടേണ്ടത്. ഇത് ഈ ചെടിയിലിരുന്ന് തന്നെ മൂത്ത് ഉണങ്ങി പാകമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ നടേണ്ടത്. വിത്ത് നടലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അങ്ങനെ പൂക്കളൊക്കെ വിരുന്ന് കണ്ട് സന്തോഷിച്ചിരുന്നപ്പോഴേക്കും 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ എനിക്ക് 8ൻ്റെ പണി പോലെ ഈ മിലി ബഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ ആ വെള്ളപ്പൂപ്പൽ, അത് ആ വിത്ത് ഫോം ചെയ്ത സ്ഥലത്ത് തന്നെ അങ്ങ് കയറി പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ചെടി അങ്ങ് മുരടിച്ച പോലെ അങ്ങ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നീം ഓയിലൊക്കെ അടിച്ച് നോക്കി. എന്നിട്ട് അങ്ങനെ കുറയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വേറൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടു കേട്ടോ. അത് നമ്മുടെ നീം ഓയിലിൽ ബേക്കിംഗ് സോഡയും പിന്നെ ഷാമ്പും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിക്കാനുള്ളതാണ്. പക്ഷേ ആവശ്യത്തിന് അടിച്ചാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ഓവറായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചെടി മൊത്തം അങ്ങ് ഉണങ്ങിപ്പോയി. അപ്പം നിങ്ങൾ എപ്പോഴും ഡൈലൂട്ട് ചെയ്തിട്ട് കുറച്ചൊക്കെ അടിച്ച് നോക്കാനായിട്ട് നോക്കണം കേട്ടോ. ഞാൻ നല്ല രീതിയിൽ തന്നെ അത് വേഗം പോട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ തന്നെ അടിച്ചു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പിന്നെ ആകെ ഒരു ആശ്വാസം, ഈ ചെടി ഉണങ്ങിപ്പോണതിന് മുന്നേ എനിക്ക് കുറച്ച് വിത്തുകൾ സമ്മാനമായി തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ 3 വിത്തേ വാങ്ങിയുള്ളെങ്കിലും അതിൽ കൂടുതൽ വിത്തുകൾ എനിക്ക് അത് തന്നു കേട്ടോ. അപ്പോൾ എത്രയാണ് വിത്തുകളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ കൂടി തന്നെ. എന്നാൽ ഇനി നമുക്ക് വിത്തുകൾ കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ചെടി കണ്ടോ, ഈ പൂവിലൊന്നും വിത്തില്ല കണ്ടോ, വെറുതെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ പൂവ് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചത് ഒരു തടിച്ച് ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. അധികം ബലമൊന്നും പറയുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെരടി കൊടുത്താൽ മാത്രം മതി. ഈ കറുത്ത കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത് കണ്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ചെടിയും ചെയ്യാം. ഇപ്പോൾ ഇത് ഉണങ്ങിയ ചെടി ആയതുകൊണ്ടാണ് വിത്ത് കിട്ടിയെന്നല്ല കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടിയാണെങ്കിലും വിത്തിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ ഉണങ്ങി പരുവായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൈയുടെ 2 വിരൽ കൊണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഞെരടി എടുത്താൽ മതി. ഈ വിത്തൊന്ന് നോക്കിക്കേ, ഇതിൽ ഒരു വെടിക്കോ 2 പക്ഷി എന്ന് പറയണ പോലെ 2 വിത്തുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇനി എത്ര വിത്തുകൾ കൂടി കിട്ടുമെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ ചെടി കരിഞ്ഞു പോയതിനെ പറ്റി. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ, ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം ചേച്ചിന്ന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ വിത്തുകൾ മുളപ്പിച്ച് ഇനി പുതിയ ചെടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 3 വിത്തേ വാങ്ങിയുള്ളെങ്കിലും അത് 7 വിത്തുകൾ നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷം തന്നെ. ഇനി ഈ വിത്ത് മുളപ്പിച്ചിട്ട് നമുക്ക് വേറെ ചെടികൾ ഉണ്ടാക്കാമല്ലോ. പിന്നെ ഏത് കളറാണെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി ഇത് പൂവിട്ട് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് വിത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഗീവ് അവേ കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട് എനിക്ക്. ഇത് മാത്രമല്ല കുറച്ച് കട്ടിങ്സും ഒക്കെ കൂടി ചേർത്തിട്ട് അതൊക്കെ വഴിയെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് നടാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ പോട്ടുണ്ടല്ലോ, അതിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കയറൊന്നും വേണ്ട കേട്ടോ. മിക്കവരുടെയും വീട്ടിലൊക്കെ ഇതുണ്ടാവും. കൊച്ചിലേക്ക് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് വെറുതെ പറിച്ചു കളഞ്ഞ സാധനമായിരുന്നു. ഇപ്പോഴാണ് ഇത് കിട്ടാണ്ടായത്. അപ്പോൾ നമുക്കിത് വെറുതെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് കിളിച്ച് വന്നുള്ളൂ കേട്ടോ. ഇനി ഇത് മുളച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് സന്തോഷമായെന്ന് വിചാരിക്കണം. ഒപ്പം ഇതേപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ
ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.